നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മഹാഭാഗ്യം കടന്നു വരുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ലോട്ടറി ആകാം, ഇല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട സമ്മാനങ്ങളാകാം, ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് അർഹിതമാകുന്ന എന്തെങ്കിലും ഒരു വസ്തുത തന്നെയാകാം. തീർച്ചയായിട്ടും അതെന്ത് തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ഒരു വസ്തു തന്നെ ആയിരിക്കും ഫലമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള, ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ പ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നടന്നു കിട്ടുവാനായിട്ടും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്രകാരം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു വസ്തുത, അതൊരു വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനായിട്ട് പോകുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നുകൂടെ പറയുകയാണ്, ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യമാണ് കാത്തിരിക്കുന്നത്. അപ്രകാരമുള്ള 7 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. ഈ 7 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധിയും സന്തോഷവും അതുപോലെ ഈശ്വരാനുഗ്രഹവും ഒക്കെ കടന്നു വരുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ്. അപ്രകാരം അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് പുണർദം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ കടന്നു വരുന്ന, ഈശ്വരാനുഗ്രഹം ലഭ്യമാകുവാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രം തന്നെയാകുന്നു ഈ പുണർദം നക്ഷത്രം എന്ന് പറയുന്നത്. വളരെയധികം ഈശ്വരമായ അല്ലെങ്കിൽ ദൈവികമായ ഒരു സാന്നിധ്യം ഈ നക്ഷത്ര ജാതകരിലുണ്ട്. വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ വലിയൊരു ഭാഗ്യത്തിലേക്കും ലക്ഷ്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ കടക്കുവാനായിട്ട് പോകുന്നത്. അപ്രകാരം പുണർദം നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യമാണ് കടന്നു വരുന്നത്. ഇനി രണ്ടാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ എന്നും കഷ്ടതകളും കണ്ണുനീരുകളും പ്രയാസങ്ങളും അടങ്ങിയ ഒരു ജീവിതമായിരുന്നു. സന്തോഷിക്കുവാനോ ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുവാനോ ഒന്നും കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ. എന്നാൽ തീർച്ചയായിട്ടും ഈ ആയില്യം നക്ഷത്ര ജാതകർക്ക് സർവ്വ ഐശ്വര്യം കടന്നു വരികയാണ്. വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കും. അതിൽ രണ്ടാമത്തെ നക്ഷത്രം തന്നെയാകുന്നു ഈ ആയില്യം നക്ഷത്ര ജാതകർ. ഇനി മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും സമൃദ്ധിയുമുള്ള ഒരു നക്ഷത്ര ജാതകരാണ് ഈ ഭരണി നക്ഷത്ര ജാതകർ. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വളരെ ഭാഗ്യം കടന്നു വരികയാണ്. ഇനി അനുഗ്രഹത്തിൻ്റെ ദിവസം തന്നെയാകുന്നു. നാലാമത്തെ നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ്. ഭാഗ്യം എന്നത് നിങ്ങളെ തലോടിപ്പോകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അതായത് അനുഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ ആയുസ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒന്നും ആസ്വാദികരമായിരുന്നില്ല. എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോവുകയാണ്. അതിൽ അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പൂരുരുട്ടാതിയാണ്. തീർച്ചയായിട്ടും ഈ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും വളരെ വലിയ സൗഭാഗ്യം തന്നെയാകുന്നു എന്നതിലും യാതൊരു സംശയവുമില്ല. ആറാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഏഴാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് വളരെ സൗഭാഗ്യമാണ്. ജീവിതത്തിൽ ഒത്തിരി ഭാഗ്യം കടന്നു വരും. ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരും. വളരെയധികം സൗഭാഗ്യത്തോടു കൂടി ജീവിക്കുന്ന നക്ഷത്ര ജാതകരാണ് ഈ അശ്വതി നക്ഷത്ര ജാതകർ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ഭാഗ്യം കടന്നു വരും. ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധി ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ 7 നക്ഷത്ര ജാതകരുടെയും ഫലം എന്ന് പറയുന്നത്. വളരെയധികം സമൃദ്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.